സാറേ ഇതൊന്ന് മെട്രോ അല്ലേ പോകുന്നത്? ഇത് എവിടെ നമ്മൾ കാണുന്നത് ഇപ്പം? MG റോഡില്. പൊന്നെ എവിടെ നടന്നത്? MG റോഡ്. MG റോഡ്. പിന്നെ ഈ ബാക്കിൽ നിന്ന് കൊലയോ? കൊല MG റോഡിന്റെ മുകളിൽ അഞ്ചാമത്തെ നിലയുടെ മേളിൽ ഇരിക്കും നമ്മളില്ലേ? ഇതാണ് മെട്രോ ആണ് ഈ പോയത് കേട്ടോ. ഇനി ഇപ്പോൾ 6ാം നിലയുടെ മേളിൽ കയറാൻ പോവുകയാണ് കേട്ടോ. എന്റെ പൊന്നെ, ഇവിടെ വെണ്ടയ്ക്കുണ്ട്, ചീനിയുണ്ട്, ഇനി കപ്പ. ആ വെണ്ടയ്ക്ക നിറച്ച് പിടിച്ചെടുക്കുമല്ലേ? അതിന്റെ അകത്ത് ആ വെള്ള കളറുള്ള വഴുതന കാണാം. അങ്ങോട്ട് 6ാം നിലയുടെ മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടാണ്. ഒരു കൊടുങ്കാട് പോലെ നിൽക്കുന്നല്ലേ? പറമ്പിലൊന്നുമല്ല നിൽക്കണേ. പറമ്പിലല്ല. എവിടെ നിൽക്കുന്നേ? MG റോഡിന്റെ 5ാം നിലയുടെ മേളിൽ നിൽക്കുവാണ് കേട്ടോ. ഒരു വാഴ കൊലച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ നോക്കിയാൽ. ഇത് എത്ര വർഷം പഴക്കമുള്ള? ഇതാണ് 32 കൊല്ലം പഴക്കമുള്ളത്. 32 കൊല്ലം പഴക്കമുള്ള മുരിങ്ങ നിൽക്കുന്നുണ്ടോ? മുരിങ്ങ മരം അല്ലേ? ഇവിടെ വാഴയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? വാഴ, പാളയംകുളം വാഴ. കൊലച്ച് കിടക്കുന്നുണ്ട് വാഴയൊക്കെ. ഇനി എന്താ വേണം? ഇത് മൂവാണ്ടൻ മാവ്. ഇത് ചാമ്പ. ഇതുണ്ടാവും കാന്താരി മുളക് കാഴ്ച കിടക്കണത്. അയ്യോ, ഇത് പേരക്ക. ഹായ്, നമ്മുടെ ഞങ്ങൾ തൊട്ട് പിറകെ കാണുന്നത് മെട്രോ ലൈൻ കേട്ടോ. ആ മെട്രോ ലൈൻ തൊട്ട് ഇപ്പുറത്തെ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടിലാണ് ഈ കൃഷിത്തോട്ടം കാണുന്നത് കേട്ടോ. 5ാം നിലയുടെ മേളിൽ 32 വർഷം 32 വർഷത്തോളം പഴക്കം ചെന്ന മുരിങ്ങ തൊട്ട് വേറെ എന്തൊക്കെയുണ്ട്? കറിവേപ്പില 32 വർഷം 30 കൊല്ലം പഴക്കമുള്ള 5ാം നിലയുടെ മേളിലാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. ഇവിടെ നോക്കിയ ഒരു വൻ കാട് പോലെ നിൽക്കുന്നത്. നോക്കി അങ്ങനെ ഈ കാണുന്ന വലിയ കൃഷിത്തോട്ടത്തിന്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. മറക്കേ ചെയ്യരുത്. 2 മാസം 2 മാസം വരെ വെട്ടാൻ പറ്റൂലേ? 5ാം നിലയുടെ മേലെ നിൽക്കുന്ന കൊലയായതുകൊണ്ട് അച്ഛൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോ? ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ രാസവളം ഉപയോഗിക്കുന്നില്ല. എല്ലാം ജൈവവളമല്ലേ? ഇത് കണ്ടിച്ചേമ്പ്. അത് കണ്ടിച്ചേമ്പ് എന്ന് പറയുന്നത് കണ്ടിച്ചേമ്പിന്റെ വലിയ കിഴങ്ങായിരിക്കും. വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന മറ്റേത് കറിച്ചേമ്പ് ഞാൻ ആദ്യം കാണിച്ചത്. നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്? കൃഷി എല്ലാം ഉണ്ട്. മരങ്ങള് എല്ലാം ഉണ്ട്. കരിവേപ്പില, സപ്പോട്ട, മാങ്ങ, മുരിങ്ങ, മറ്റേ പേരക്ക, ചാമ്പക്ക എല്ലാം ഉണ്ട്. പച്ചക്കറികളും എല്ലാം ഉണ്ട്. ഇവിടെ അനിമടിയൊന്നും കാണാനില്ലല്ലേ? വേറെ ഉണ്ടോ ഇവിടെ? ഇതല്ലാതെ അപ്പുറത്തുണ്ട്. നമുക്ക് കണ്ടുപോവാം. താൻ പേരൊന്നും പറഞ്ഞില്ല. എന്റെ പേര് നാരായണസ്വാമി. അല്ലേ? ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെ. അമ്മാവൻ വലിയ കൃഷിക്കാരനായിരുന്നു. അമ്മാവനാണ് ഗുരു. എന്റെ അമ്മാവൻ വലിയ കൃഷിക്കാരന്. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഞങ്ങളെ വെക്കേഷനിലൊക്കെ പറമ്പിലേക്ക് കൊണ്ടിട്ട് അമ്മാവന്റെ കൂടെ ഞങ്ങൾ നടക്കും, എല്ലാം പറഞ്ഞു തരും. അങ്ങനെയാണ് പഠിച്ചത്. 5 മിനിറ്റ് ഇടപെട്ടിട്ട് എപ്പോഴും ഉണ്ടല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് തൃപ്പൂണിത്തുറ വരെ പോകും, ഇങ്ങോട്ട് ആലുവ വരെ പോകും. എത്ര കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും? 26, 52 കിലോമീറ്റർ. 52 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഓക്കെ. ഇവിടെ 15 കൊല്ലം പഴക്കമുള്ള മൂടാണ്. 100 കൊലയെങ്കിലും വെട്ടിയിട്ടുണ്ടാവും. 4 കൊല വെട്ടി. മുട്ട വാഴയില്ലേ? നല്ല ഹൈറ്റ് ഉള്ള വാഴയല്ലേ ഇത്? ഭയങ്കര ഹൈറ്റുള്ള പാളയംകുളമാണ്. ഈ നമ്മുടെ ചെറുവാഴ എന്ന് പറയില്ലേ? പാളയംകുളം വാഴ, അതാണിത്. ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം, മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സ്ഥലം പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. അന്നേരം ബാക്കി കണ്ടാലോ? നമ്മളെ 30 വർഷത്തോളം പഴക്കുന്ന കറിവേപ്പില അത് കാണിച്ചുതരാം. അതൊക്കെ കാണിച്ചുതരാം, എല്ലാം കാണിച്ചുതരാം. ഇതെന്താ ഇവിടൊക്കെ നിൽക്കുന്നതൊക്കെ? ഇത് പിന്നെ കുറച്ച് കരിവേപ്പില ചെടി, അങ്ങനെ കുറെ വേരിന്ന് പൊട്ടി വരണതാണ്. നമ്മൾ നടണ്ട ഒരു മരം ഉണ്ടെങ്കിൽ അതിന്റെ വേരിന്ന് വരും. ഇത് എങ്ങനെയാണ് ഈ ബിൽഡിംഗ് രീതി ചെയ്തിരിക്കുന്നത്? ഈ ബിൽഡിംഗ് ഇല്ല, അതിനനുസരിച്ച് നമ്മൾ വാർത്ത ദിവസം തന്നെ ബേബി മെറ്റൽ കൊണ്ട് ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്ത് ചാന്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സ്ലോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു തുള്ളി വെള്ളം വേണം ഒഴുകി അങ്ങോട്ട് പോയിക്കോളേ, ഓവിലേക്ക് പോയി. പിന്നെ ലോഡ് എടുക്കാൻ പറ്റിയ ബീമൊക്കെ, എക്സ്ട്രാ ബീമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോഡ് എടുത്തോളാം. വീടിന്റെ മുകളിലൊന്നും ഒരിക്കലും ചെയ്യരുത്. ലോഡ് എടുക്കില്ല. അവിടെ ഗ്രോ ബാഗേ പറ്റുള്ളൂ. ഇത് അതിനു വേണ്ടി തന്നെ പണിതിരിക്കണം. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോ തന്നെ ഞങ്ങൾ ഈ മരം നടന്നു ചെയ്തതാ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. 32 വർഷം. മൊത്തത്തിൽ എത്ര വർഷം? 87 പണിതാ. 87 പണിഞ്ഞത്. കപ്പയ്ക്കാ? ഒരു മരത്തിൽ തന്നെ 2 വെറൈറ്റി. ചെറിയൊരു കപ്പ മരമില്ല, അതിൽ തന്നെ വലിയ കപ്പയ്ക്കല്ലേ? ഇത് മൂവാണ്ടൻ മാവ്. ഏതാ? അത് 15 കൊല്ലം പഴക്കമുള്ള. മാങ്ങ പിടിച്ചിട്ടുണ്ടോ? മാങ്ങ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഓണത്തിന് ഉള്ളതൊക്കെ പറിച്ചു ഞങ്ങള് കുറച്ചും. ഈ മണ്ണൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കില്ല മണ്ടൊക്കെ? അതൊക്കെ അന്ന് ഒരു തവണ കയറ്റിയാൽ മതി, പിന്നെ മണ്ണ് വേണ്ട. പിന്നെ നമ്മൾ വളം ഇട്ടുകൊണ്ടിരുന്നാ മതി, മണ്ണ് എപ്പോഴും കയറ്റണ്ട. ഇത് സപ്പോർട്ട അല്ലേ? കപ്പ മരം കൊള്ളാം. 2 ടൈപ്പ് കപ്പയ്ക്കല്ലേ? ഒരെണ്ണത്തിന് നീളവും റൗണ്ടും. ഓഹോ, ചങ്ങോട്ടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 5ാം നിലയുടെ മുകളിലാണ് ഈ കാണുന്ന എല്ലാ കൃഷിയെ. ചാമ്പവരോ ഇതിലിടയ്ക്ക് ചാമ്പവരോ അല്ലേ? ഇത് സപ്പോർട്ടാ. ഇത് സപ്പോർട്ട് അല്ലേ? തന്നെ ഇടയ്ക്ക് നിൽക്കുന്ന ചാമ്പവ. ഇത് ചെത്തിയാണ്, അതും പൂച്ചെടിയാ. ഇത് ഇവിടെ ഉണ്ട്. ഇത് ചാമ്പ. അത് ചാമ്പ. ഇത് വെള്ള ചാമ്പ.
അത് പേരക്ക, അത് പേരയ്ക്ക, അത് മുരിങ്ങക്ക, ഇത് കറിച്ചേമ്പ്, അത് അതിലെടുക്കാം നമുക്ക്. ഇത് കാണുന്നില്ലേ, ഇവിടെ കയറിക്കോ, കുഴപ്പമില്ല. ഇത് കറിച്ചേമ്പല്ലേ? എന്നാലും മുരിങ്ങയ്ക്ക് 32 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ, അത് 5-ാം നില മേളിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 3 മാസത്തെ ഗ്യാപ്പില് 3 കൊല വെട്ടി. 3 മാസം ഗ്യാപ്പിൽ 3 കൊല അല്ലേ? ഏപ്രിൽ വിഷുവിനൊരു കൊല വെട്ടി. ഇവിടെ കുറച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം വേണ്ടേ, ഈ സമയത്ത് നല്ല ചൂടാണ്, പക്ഷെ ഇവിടെ നല്ല തണുത്ത കാറ്റ്. ഉറങ്ങിപ്പോവും. ഒരു ഇതിട്ട് കിടന്നാ ഉറങ്ങും. 5-ാം നിലയുടെ മേളിൽ, കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല ചൂട് സമയമാണ്, പക്ഷെ ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. ഇത് തുളസിത്തറയായിരുന്നു. ഇതില് കുറച്ച് സ്ഥലം കിടപ്പ കൂർക്ക നട്ടേക്കല്ലേ? കൂർക്ക തലകിള്ളിയാണെന്നുണ്ട്. ആദ്യം മുളപ്പിക്കും, എന്നിട്ട് അതിന്റെ തലകിള്ളിയിട്ടാണ് നിട്ടിരിക്കണേ. ഇത് ഒരു മൂവാണ്ടൻ മാവ്. ഇതും 10-15 കൊല്ലം പഴക്കമുണ്ട്. ഈ കാണുന്ന മാവില്ലേ, ഇഷ്ടംപോലെ വാങ്ങേണ്ടായിരുന്നു. ഇപ്പൊ ഓണത്തിനും കൂടി കിട്ടി മാങ്ങ ഇതില്. സത്യം പറഞ്ഞ ക്യാമറ ഇത് പോയിക്കൊണ്ടിരിക്കും ഇപ്പോഴും. വീഡിയോ എടുക്കാൻ നമ്മളെ സ്ഥലമില്ല, മാക്സിമം സ്ഥലം ഉപയോഗിച്ചിരിക്കണം. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ കാണാൻ കഴിയൂ കേട്ടോ. ഇതാണ് 32 കൊല്ലം പഴക്കമുള്ളത്. 32 കൊല്ലം പഴക്കം ചെന്ന ഇതിന് മുകളിൽ കയറാൻ ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം. 65 വയസ്സായി. 32 കൊല്ലത്തോളം പഴക്കം ചെന്ന കറിവേപ്പില. നമുക്ക് മരത്തിന്റെ മുകളിൽ കയറാൻ നോക്ക്. കരിവേപ്പിലയാണ്, വേറെ മരങ്ങളല്ല. കരിവേപ്പില ഇത്രയും മണ്ണുള്ളത് എന്റെ അറിവിൽ കേരളത്തിൽ ഉണ്ടാവും തോന്നല്ല. താഴെ ഉണ്ടാവും, ഈ 5-ാം നിലയിൽ ഉണ്ടാവില്ല, താഴെ ഉണ്ടാവുമായിരിക്കും. എത്ര നമുക്ക് കൊടുക്കണ പരിപാടിയില്ലല്ലോ, വിലക്ക് കൊടുക്കണ പരിപാടിയില്ല. ആരെങ്കിലും ചോദിച്ചാൽ വെറുതെ കൊടുക്കും. എല്ലാം നമ്മള് അല്ല വെട്ടണമെല്ലാം നമ്മുടെ ആവശ്യം. പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ വന്നാൽ അവർക്ക് കൊടുക്കും. പിന്നെ മറ്റേ ഭാര്യ ടീച്ചറാ, ഭാര്യയുടെ ഫ്രണ്ട്സ് ഒക്കെ വരും, മോന്റെ ഫ്രണ്ട്സ് വരും, അങ്ങനെ കൊടുക്കുള്ളൂ. പൈസക്ക് ഇന്നേവരെ കൊടുത്തിട്ടില്ല, ഒരു പൈസ ഞാൻ മേടിച്ചിട്ടില്ല ഇന്നേവരെ. മോളിൽ ഇനി വേറെ ഉണ്ടോ? വേറോട്ട് പോകാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു ഇവിടെ 6-ാം നിലയിലുണ്ട്. 6-ാം നിലയിലുണ്ടോ? 5-ാം നിലയിൽ കാണുന്നതാണ് ഈ കാണുന്ന കൃഷിത്തോട്ടം മൊത്തം. എന്നുവെച്ചാ ചീനിയൊന്നും നട്ടിട്ടില്ലല്ലേ? ചീനിയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് മുകളില്. ചീനി വേണല്ലോ, ചീനി കപ്പയല്ലേ? അതുണ്ട്, ഡ്രമ്മിലും ഉണ്ട്. ഇത് വളം, ഇതും കൂടി പറഞ്ഞേക്കാം. ഇതെന്റെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന നെല്ല് പുഴുങ്ങാൻ ഉപയോഗിച്ചിരുന്ന ചെമ്പിന്റെ പാത്രമാണ്. അതിലിപ്പോ ഞാൻ അതെടുത്തിപ്പോ നെല്ലൊന്നും പുഴുങ്ങാനില്ലല്ലോ, അപ്പൊ നമ്മ വളമാക്കാനായിട്ട് ഉപയോഗിക്കാണ്. മറ്റേ ഉഴുന്നുപൊടി, കപ്പലിന്റെ പിണ്ണാക്ക്, ചാരം, വേപ്പും പിണ്ണാക്ക്, ഇത് സമാസമം ഇട്ടിട്ട് ഇളക്കി വെക്കും. പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡൈല്യൂട്ട് ചെയ്യും, വെള്ളം ഒഴിച്ചു, എന്നിട്ട് എല്ലാത്തിനും ഒഴിക്കും. 2 ദിവസം കൂടുമ്പോൾ ഒഴിക്കും. ഈ മഴ പെയ്യുമ്പോഴും ഇവിടെ പ്രശ്നം വരത്തില്ലേ? ഒരു പ്രശ്നം, ലോഡ് ആവത്തില്ലേ? ഒരു ലോഡും വരില്ല, ഒരു പ്രശ്നം, അനക്കം ഉണ്ടാവത്തില്ല. 37 കൊല്ലമായിട്ട് മഴ പെയ്തോണ്ടിരിക്കല്ലേ, വെള്ളം പറഞ്ഞ ഇതിലെങ്ങനെ പോകും? അവിടെ ഒരു ഓകുണ്ട്, ആ ഓയിലേക്ക് അങ്ങ് പോകും, അങ്ങ് താഴെ പോവില്ലേ? അപ്പൊ ഇത് ഇഞ്ചി, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചി ഇല്ലേ, അതൊന്ന് തൊട്ട് മണത്ത് നോക്ക്, അപ്പൊ അതിന്റെ മണം അറിയാൻ പറ്റും. മുകളിലുണ്ട് കാണിച്ചാ. ഇത് മാങ്ങാ ഇഞ്ചി. ഞാൻ എന്റെ ഒരെണ്ണത്തിൽ ഇങ്ങനെ ചട്ടിയിൽ ഇഞ്ചി വെച്ചിട്ടുണ്ടല്ല, മാങ്ങാ ഇഞ്ചി എന്ന് പറയും, മാങ്ങയുടെ മണമായിരിക്കും. അത് അച്ചാറിന് വേണ്ടി എടുക്കണം. ഇത് എനിക്ക് ഒരു ഒറ്റപ്പാലത്ത് നിന്ന് ഒരാൾ ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്, എല്ലാം ഉണ്ട്, പൂക്കളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മള് ഈ മറ്റേ പഞ്ചാമൃതം ഉണ്ടാക്കണ പഴം ആണ് ഈ വാഴ. ഇത് ഒരിക്കൽ പത്തനംതിട്ടയിൽ പോയപ്പോ ഞാൻ മേടിച്ചോണ്ട് വന്ന കദളി വാഴ. അതാണോ? അല്ല, മലമ്പഴം എന്ന് പറയും. മലമ്പഴം. ആമാ, അത് തമിഴാണ് വാക്ക് മലം എന്ന് പറയുന്നത്. നമ്മുടെ മലം എന്ന് പറയുമ്പോ വാക്ക് മാറും. അവര് തമിഴ് മലമ്പഴം എന്ന് പറയും. ഇതും ഈന്തപ്പഴവും കൽക്കണ്ട് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് ഈ പഞ്ചാമൃതം. പഴനി എന്ന് പറഞ്ഞ നിങ്ങൾ പോകാനുള്ള സ്ഥലമില്ല, അപ്പൊ അവിടെ ഉണ്ടാക്കണം. അപ്പൊ അത് എനിക്ക് പത്തനംതിട്ടയിൽ ഒരിക്കൽ ഞങ്ങള് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഒരു കടയിലുണ്ടായിരുന്നു. അപ്പൊ അത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ആരോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോ തൊട്ടടുത്തുനിന്നൊരു വലിയ തറവാടുണ്ട് അവിടെ നിന്ന്. അപ്പൊ പോയാൽ കണ്ണ് കിട്ടുമെന്ന് ചോദിച്ചപ്പോ അയാൾ ഞങ്ങളെ വിളിച്ചിട്ട് പോയി. ഞാൻ അവിടെ നിന്ന് 50 രൂപ കൊടുത്തൊരു കണ്ണും മേടിച്ചു. ആ കണ്ണ് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇത് മൂടായിട്ട് ഇഷ്ടംപോലെ കുറച്ചുണ്ട്. ഒരു ചെറിയ കണ്ണ് കൊണ്ട് വെച്ചപ്പോൾ ഇത്രയും വാഴ. ഇത് 10-15 കൊല്ലമല്ലോ ഈ മൂട്. 15 കൊല്ലം. കഴിഞ്ഞ തവണ ഒരു ചെറിയ പ്രശ്നം പറ്റിയത് 4 കൊല്ലം 5 കൊല്ലം ഒടിഞ്ഞു പോയി. കാറ്റത്ത് ഭയങ്കര കാറ്റുണ്ടായിരുന്നു, ഒടിഞ്ഞു പോയി. മൂത്തിട്ടുണ്ടായിരുന്നില്ല, കൊലച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ വെറുതെ വേസ്റ്റ് ആയി. പിന്നെ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാം, അല്ലാണ്ട് വേറെ ഒന്നിനും കൊള്ളൂല. മൂത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ. 300 ലിറ്ററിന്റെ കാനാ ഇത്. 5 മേടിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു വെള്ളം താഴെ കിണറുണ്ട്. ഈ ബിൽഡിംഗ് പണിതപ്പോ കിണർ ഉണ്ട്. കിണറിൽ നിന്ന് മോട്ടോർ വെച്ച് ഇതിലടിക്കും.
അടിച്ചിട്ട് കാലത്ത് ഈ ക്യാൻ വെച്ചിട്ട് ഇങ്ങനെ മുക്കി ഒഴിക്കും. എല്ലാ ചെടിക്കും ഒഴിക്കും. അങ്ങനെ എല്ലാ ചെടിക്കും ഒഴിക്കും കാലത്ത് വന്നിട്ട്. വൈകുന്നേരം ഓസ് ഉണ്ട്, ഓസ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കും. 2 നേരം ഒഴിക്കണം. മഴക്കാലത്ത് വേണ്ട, വേനൽക്കാലത്ത് 2 നേരം ഒഴിക്കണം, അല്ലെങ്കിൽ പാടും.